ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പിസയുടെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിലെല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണിത്. എന്ന റെസിപ്പിയിലേക്ക് പോകാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. പിസ്സ ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ 1 ടീസ്പൂണോളം പഞ്ചസാരയും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1 കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലൈറ്റ് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് വരാം. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഓയിൽ തടവി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. സാധാരണ ഓയിലായാലും മതി. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു 2-2.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം നമുക്ക് ഇതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കാം. ഇപ്പം ഞാനിവിടെ 100 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ചിക്കനാണ് വേണ്ടത്. അപ്പോൾ ഇത് ചെറുതായി മുറിച്ചെടുക്കണം. ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്കതിൽ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം മുരിഞ്ഞു വരുമൊന്നും വേണ്ട. 2 ഭാഗം തിരിച്ചു മറിച്ചിട്ട് കുറച്ച് സമയം വേവിച്ചെടുത്താൽ മതി. ഇതൊന്ന് വെന്ത് വരട്ടെ. ആ സമയം നമുക്ക് മാവ് എന്തായി നോക്കാം. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്നുകൂടി കുഴച്ചെടുക്കാം. മാവ് റെസ്റ്റ് ചെയ്താൻ വെച്ച സമയം ഞാൻ പച്ചക്കറിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കണം. കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അടിത്തട്ടിലുള്ള ടിന്നായത് ഇതിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലുള്ള അലൂമിനിയം ത്തിൻ്റെ മൂടിയിലും ഇത് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ സൈസ് നോക്കി ഇതാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ പാനിൽ ബേക്ക് ചെയ്യുന്ന സൈസ് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മാവ് ഇതുപോലെ നമ്മൾ കയ്യിൽ എണ്ണ പുരട്ടി നല്ലതുപോലെ നേരിയതായിട്ട് പരത്തിയെടുക്കണം. ചെറിയ സൈസുള്ളൊരു പിസയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസയാണിത്. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലുള്ള ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് എയർ വരാനായിട്ട് നമുക്കിത് കുത്തി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് പിസ്സ സോസാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചീസാണ്. സോസിൻ്റെ മേലെ കുറച്ച് ചീസ് ഇട്ട് കൊടുത്തതിന് അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾ എല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇതിട്ട് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ക്യാപ്സിക്കം, സവാള ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ഒലിവ്സ് ആണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇത് വാങ്ങാൻ കിട്ടുന്നതാണ് നമുക്ക്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം.
ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായി ക്രഷ് ചെയ്തെടുത്തതാണിത്, അതിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒറിഗാനോ ആണ്. ഇത് ഇടുമ്പാണ് പിസക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഒറിഗാനോ നമ്മൾ ഇതുപോലുള്ള ഒരു കുപ്പി വാങ്ങിയാൽ കുറേ തവണ നമുക്കിത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ചീസാണ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത്ര ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മളിത് ചീസെല്ലാം നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പഴയ പാനിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇതുപോലെ റിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചൂടാക്കി വെച്ചതാണ് ഉപ്പെല്ലാം. അപ്പോൾ അതിലേക്കാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഇതിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതെല്ലാവർക്കും ഇങ്ങനെ ചെയ്തെടുക്കാനാണ് ഇത് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അപ്പം മൂടി വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. ഇതാ നമ്മളെ പിസ്സയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുട്ടികൾക്കെല്ലാം ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇനി നമുക്കിത് എടുക്കാം. തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പിസ്സ കട്ട് ചെയ്യാം.